കൈക്കൂലി കേസിൽ എറണാകുളം RTO TM ജായ്സന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് തുടരുകയാണ്. വീട്ടിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളുടെ കൂടുതൽ രേഖകൾ പിടികൂടി. ഫോർട്ട് കൊച്ചി ചെല്ലാനം റൂട്ടിലോടുന്ന ബസിന്റെ താൽക്കാലിക പെർമിറ്റ് പുതുക്കുന്നതിന് കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിലാണ് നടപടി. റെയ്ഡ് 20 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ലിബി സജീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലിബി സജീന്ദ്രൻ, വെരി ഗുഡ് മോർണിംഗ്. 49 വിദേശ മദ്യക്കുപ്പിയാണ് വീട്ടിൽ നിന്ന് കിട്ടിയതെന്നാണ് പറയുന്നത്. ഈ ചങ്ങാതിക്ക് പ്രിയങ്കരം പൈസയും മദ്യക്കുപ്പിയുമായിരുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ 49 റൂട്ട് ബസ് എന്നാണോ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? വിജിലൻസിന്റെ അന്വേഷണത്തിൽ എന്തൊക്കെ കണ്ടെത്തി ലിബി? ഡോക്ടർ ഗുഡ് മോർണിംഗ്. 20 മണിക്കൂറിലധികം പിന്നിട്ടൊരു വിജിലൻസ് റെയ്ഡ് തുടരുന്നു. അതും എറണാകുളം RTOയുടെ വീട്ടിൽ എന്നത് തന്നെയാണ് ഈ വാർത്തയുടെ പ്രാധാന്യം. എറണാകുളം ചെല്ലാനം റൂട്ടിലോടുന്ന ബസിൻ്റെ താൽക്കാലിക പെർമിറ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ RTO കൈക്കൂലി വാങ്ങുന്നു എന്നുള്ള പരാതി വിജിലൻസിന് ലഭിക്കുകയായിരുന്നു. അതുമാത്രമല്ല, നേരത്തെ തന്നെ ഇവർ സ്കെച്ച് ചെയ്ത വ്യക്തിയായിരുന്നു എന്ന് പറയുന്നു. അതായത് ഇത്തരത്തിലുള്ള പരാതികൾ നേരത്തെയും ഈ RTOയ്ക്കെതിരെ വിജിലൻസിന് ലഭിച്ചിരുന്നു. വിജിലൻസ് ഒരു തക്കം പാർത്ത് നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ പരാതി ലഭിച്ചത്. 2 ഏജന്റുമാരെ ആദ്യം വിജിലൻസ് കൊടുക്കുന്നു. ഇവരിൽ നിന്ന് രാമപ്പടിയാർ, സജി എന്ന 2 ഏജന്റുമാരെ കൊടുക്കുന്നു. ഈ ഏജന്റുമാരെ 2 പേരെയും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് എറണാകുളം RTOയിലേക്ക് കാര്യങ്ങൾ നീളുന്നത്. അങ്ങനെയാണ് ഇന്നലെ ഏതാണ്ട് 12:30-ക്ക് ശേഷം, അതായത് 1 മണിക്ക് മുൻപ് ആരംഭിച്ച റെയ്ഡാണ് ഇപ്പോഴും തുടരുന്നത്. ഇളമക്കരയിലെ വീട്ടിലുള്ള റെയ്ഡ് തുടരുന്നു. മാത്രമല്ല, ഇന്നലെ 50ഓളം വിദേശ മദ്യക്കുപ്പികൾ, ഈ വിദേശ മദ്യക്കുപ്പി എന്ന് പറയുമ്പോൾ വിജിലൻസ് SP ഇന്നലെ നമ്മൾ പറഞ്ഞത് കേട്ടുവല്ലോ ഡോക്ടർ, ഏറ്റവും വില കൂടിയ വിദേശ മദ്യങ്ങൾ, ഇത്തരത്തിലുള്ള വിദേശ മദ്യ കുപ്പികൾ 50ഓളം അത് സീൽ ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ 50 ലക്ഷത്തിലധികമുള്ള നിക്ഷേപത്തിൻ്റെ രേഖകൾ, മറ്റു രേഖകളൊക്കെ ഇന്നലെ തന്നെ പിടികൂടി. ഇന്നലെ രാത്രി വൈകി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന റെയ്ഡിൽ കൂടുതൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ പിടികൂടി എന്നാണ് വിജിലൻസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും എറണാകുളം RTOയെ ഇത്തരത്തിൽ അഴിമതി കേസിൽ, കൈക്കൂലി കേസിൽ പിടികൂടി എന്ന് പറയുമ്പോൾ ബസ്സിൻ്റെ പെർമിറ്റുകളുമായി ബന്ധപ്പെട്ട്, ബസ്സിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം തിരിമറികളാണ്, എത്രത്തോളം സാമ്പത്തിക ക്രമക്കേടാണ് ഇയാൾ നടത്തിയിരുന്നത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. പുറത്തു വരാൻ പോകുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ RTO അഴിമതി ആയിരിക്കുമോ? തീർച്ചയായും RTO റെയ്ഡ് ഇത്രത്തോളം വ്യാപകമായി അല്ലെങ്കിൽ ഇത്രത്തോളം ദൈർഘ്യമുള്ളൊരു റെയ്ഡൊക്കെ നമ്മൾ ആദ്യം കേൾക്കുന്നതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഇത്തരത്തിലുള്ള റെയ്ഡ് ആരംഭിച്ചു എന്നുള്ള വാർത്ത വൈകുന്നേരത്തോടു കൂടിയാണ് പുറത്തു വന്നത്. ഈ വാർത്ത വന്നപ്പോഴും ചെറിയ എന്തെങ്കിലും പരാതി വന്നു, അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആ പരാതി അവസാനിപ്പിച്ച് പോകുമെന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ആ റെയ്ഡ് വൈകുന്നേരവും പിന്നിട്ട് രാത്രിയിലേക്ക് വന്നു, പാതിരാത്രിയിലേക്ക് വന്നു. അത് പിന്നിട്ട് ഇന്ന് പുലർച്ചെയായി. ഈ നിമിഷവും തീർന്നിട്ടില്ല. ഏതായാലും വളരെ വ്യാപ്തിയുള്ള റെയ്ഡ് തന്നെയാണ് നടക്കുന്നത്. വളരെ സുദീർഘമായ റെയ്ഡാണ് നടക്കുന്നത്. ഇനി കൂടുതൽ സാമ്പത്തിക തിരിമറിയുടെ കാര്യങ്ങൾ ഈ വിജിലൻസ് SP നമ്മളോട്, എനിക്ക് തോന്നുന്നു, അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം നമുക്ക് ലഭിച്ചേക്കും ഡോക്ടർ അരുൺ.